ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ 2024 കോപ്പ അമേരിക്ക പ്രഡിക്ഷനാണ്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. നിങ്ങളുടെ വിയോജിപ്പുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനും ഡിബേറ്റുകളും വരട്ടെ. അത് ഫുട്ബോളിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങൾ വിചാരിക്കുക. അത് വളരെ നോർമലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നടന്നാലും ഓക്കെ, നടന്നില്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ആ ഒരു ബ്യൂട്ടി അങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് എനിക്ക് തടി വരാൻ പറ്റും. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത്തവണ ഈ കോപ്പ അമേരിക്ക 2024 നേടാൻ സാധ്യതയുള്ള രണ്ട് സൈഡുകൾ, ഒന്ന് അർജൻറ്റീനയും മറ്റൊന്ന് ഉറുഗ്വേയുമാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ അർജൻറ്റീനയ്ക്കാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഒരു 65% അർജൻറ്റീനയ്ക്ക് ഞാൻ സാധ്യത കൊടുക്കുമ്പോൾ ഒരു 35% ഞാൻ ഉറുഗ്വേക്ക് സാധ്യത കൽപ്പിക്കുന്നത്. അപ്പോൾ ഇനി ടൂർണമെൻറ്റിലെ ഡാർക്ക് ഹോഴ്സുകളായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നെസ്റ്റർ ലൊറൻസോ മാനേജ് ചെയ്യുന്ന കൊളംബിയയാണ് എന്നുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ എൻ്റെ വിലയിരുത്തലുകളും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ട് അർജൻറ്റീന എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പല റീസൺസും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ചില ആളുകളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമായിരിക്കും, അർജൻറ്റീനയുടെ കപ്പിത്താനായിട്ടുള്ള ലിയണൽ മെസ്സിയെ സംബന്ധിച്ചോളം എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി എന്തായിരിക്കും അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അടുത്തൊരു കപ്പ് നേടുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടേ, അതെന്തായിരിക്കും എന്നുള്ളതാണ്. ശരിയാണ്, അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഒന്നും നേടാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇപ്പോഴും ആൾ മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനുള്ള കാരണങ്ങൾ? ഒന്ന്, എന്തുകൊണ്ടാണ് ലിയണൽ മെസ്സി 2022 വേൾഡ് കപ്പ് കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ വിരമിക്കാതിരുന്നത്? കാരണം അപ്പോൾ വിരമിച്ചിരുന്നെങ്കിൽ അതൊരു പെർഫെക്റ്റ് വിരമിക്കലാവും, ഒരു പെർഫെക്റ്റ് ഫെയർവെൽ പരിപാടി ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് വിരമിച്ചില്ല? കാരണം അദ്ദേഹത്തിന് ഈ അർജൻറ്റീന കുപ്പായത്തിൽ കളിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. കാരണം ഒരു ഹാപ്പി ഫാമിലിയാണ്, ഒരു വല്ലാത്തൊരു ഗ്രൂപ്പാണ്, ഒടുക്കത്തൊരു ഒരു ഹാർമണി ആ ഒരു ഗ്രൂപ്പിലുണ്ട്. ലിയണൽ സ്കലനി അങ്ങനെയുള്ളൊരു ടീമിനെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടീമിൻ്റെ കൂടെ ഇനിയും കളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ലിയണൽ മെസ്സി വീണ്ടും അർജൻറ്റീനയുടെ കുപ്പായം ധരിക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു മൊമെൻറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അർജൻറ്റീനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ് അദ്ദേഹം സംബന്ധിച്ചോളം. പിന്നെന്താണ്, യാതൊരു തരത്തിലുള്ള പ്രഷറില്ല, കാരണം എല്ലാം നേടിക്കഴിഞ്ഞു. അപ്പോൾ പ്രഷറില്ലാത്തൊരു മെസ്സിയെ നമുക്ക് ഈ കോപ്പ അമേരിക്കയിൽ കാണാൻ സാധിക്കും എന്നുള്ള ഒരു കാരണം കൂടി ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഇതൊക്കെ പോരെ മോട്ടിവേഷനായിട്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഏഞ്ചൽ ഡി മറിയ വിരമിക്കാൻ പോവുകയാണ്. ഇൻ്റർനാഷണൽ പരിപാടി നിർത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കോപ്പ അമേരിക്ക ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ടൂർണമെൻറ്റ്. പിന്നെ ബൂട്ടഴിച്ച് വെക്കാനുള്ള തീരുമാനമാണ്. ക്ലബ് ലെവലിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കും. പക്ഷേ ഇനി ലിയണൽ മെസ്സിയുടെ കൂടെ അർജൻറ്റീന കുപ്പായം ധരിച്ചിട്ട് ചങ്ങായി കളിക്കാനുണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ്, കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു വെച്ചാൽ, വല്ലാത്തൊരു ഹാർമണി ഈ സൈഡിൽ ഉണ്ടായിരുന്നു, അത് നമുക്കറിയുന്നതാണ്. അതോടൊപ്പം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ, ലിയണൽ മെസ്സിക്ക് ഒരു ഇൻ്റർനാഷണൽ കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു ടീംമേറ്റ്സുകൾക്കെല്ലാവർക്കും. ഓരോരുത്തർക്കും ആ കപ്പ് അടിക്കണം, ആ ട്രോഫി അടിക്കണം, അർജൻറ്റീനയുടെ ആ ഒരു ട്രോഫി വരൾച്ച അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഓരോ അർജൻറ്റീന ആരാധകനെ സംബന്ധിച്ചോളം ആ ട്രോഫി എങ്ങനെയും അടിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്കെല്ലാവർക്കുമുള്ള ഒരു ചിന്തയായിരുന്നു ലിയണൽ മെസ്സി എന്ന് പറയുന്ന ഈ മജീഷ്യൻ ഒരു ഇൻ്റർനാഷണൽ കിരീടം സ്വന്തമാക്കണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അംബീഷനും ഒരു എയിമും ഒക്കെ ആ ടീമിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ, ഈ ലിയണൽ മെസ്സി തൻ്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള ഏഞ്ചൽ ഡി മറിയയ്ക്ക്, തൻ്റെ മാലാഖയ്ക്ക് മറ്റൊരു കപ്പ് കൂടി നേടിക്കൊടുത്തുകൊണ്ട് ഒരു കിടിലൻ ഫെയർവെൽ കൊടുക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടി അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമായിരിക്കില്ല, ഏഞ്ചൽ ഡി മറിയയുടെ ബാക്കിയുള്ള ടീംമേറ്റ്സിനും അതേ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട് ഈ ഒരു കിരീടം സ്വന്തമാക്കുന്നതിൽ എന്നുള്ളതാണ്. പിന്നെന്താണ്, ലിയണൽ മെസ്സിയെ സംബന്ധിച്ചോളം അസാധ്യമായിട്ടുള്ളൊരു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്ക ക്യാമ്പയിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 4 ഗോളുകളും 5 അസിസ്റ്റുകളൊക്കെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മാൻ ഓഫ് ദ മാച്ച് അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്, മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഫൈനലിൽ പക്ഷേ ബ്രസീലിനെതിരെ വിന്നിംഗ് ഗോൾ അടിക്കുന്നത് ഈ മാലാഖയാണ്, ഏഞ്ചൽ ഡി മറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏഞ്ചൽ ഡി മറിയയ്ക്ക് ഇത്തവണ ഒരു കിടിലൻ ഫെയർവെൽ കൊടുക്കണം എന്നുള്ളത് മെസ്സിയുടെ ഒരാഗ്രഹമായിരിക്കും, മൊത്തം അർജൻറ്റീനൻ സ്ക്വാഡിൻ്റെ ഒരാഗ്രഹമായിരിക്കും. ചിലപ്പോൾ ഏഞ്ചൽ ഡി മറിയ തന്നെ ആയിരിക്കും വീണ്ടും ഫൈനലിൽ ഗോൾ അടിക്കുക. അത്തരത്തിലുള്ളൊരു ക്ലച്ച് പ്ലെയറാണ് ഏഞ്ചൽ ഡി മറിയ. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ചിലപ്പോൾ എൻ്റെ തോന്നലുകളാകാം, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി
എന്താണ് ഈ സൈഡിൻ്റെ കോൺഫിഡൻസ് വേറെ ലെവലാണ്. കാരണം ഓൾറെഡി കോപ്പ അമേരിക്ക അടിച്ചിട്ടുണ്ട്, ഫൈനലിസ്റ്റ് അടിച്ചിട്ടുണ്ട്, പിന്നെ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്, വേൾഡ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് അവർ വരുന്നത്. കഴിഞ്ഞ കോപ്പയിലേക്ക് വന്നിട്ടുള്ള അർജൻറ്റീനയുടെ മെൻറ്റാലിറ്റി അല്ല ഇപ്പോഴത്തെ അർജൻറ്റീനയുടെ മെൻറ്റാലിറ്റി. വിന്നേഴ്സാണ്. അന്ന് വിന്നേഴ്സ് അല്ല അർജൻറ്റീന. ഇപ്പോഴത്തെ ലിയോണൽ സ്കാലോണിയുടെ ടീം വിന്നേഴ്സാണ്. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ജയിക്കണം എന്നുള്ളത്. അവർക്ക് ആ ഒരു നോ ഹൗ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അതുതന്നെയാണ് ബാക്കിയുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്നത്. ഈ സ്ക്വാഡിൽ തന്നെ പലരും അതിൻ്റെ രുചി അറിഞ്ഞ ആളുകൾ തന്നെയാണ് എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇവരിപ്പോൾ മെൻറ്റാലിറ്റി വൈസ് ടോപ്പ് നോച്ച് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ലിയോണൽ സ്കാലോണി എന്ന് പറയുന്ന ടാക്ടീഷ്യൻ, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കില്ല് വേറെ ലെവലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കൽ എബിലിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പോസിഷൻ ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കിയിട്ട് ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു മാനേജറാണ് ലിയോണൽ സ്കാലോണി. ഒപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ക്വാഡ് സ്ട്രെങ്ത്ത് കിടിലനാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബഞ്ചാണ് ഈ കോപ്പ അമേരിക്കയിലേക്ക് വരുന്നത്. ആ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണുള്ളത്? ഡിഫൻഡേഴ്സിൽ മോണ്ടിയലുണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മൊലീന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമാണ്. ക്രിസ്ത്യൻ റൊമേറോ, ജെർമൻ പെറ്റ്സേല, മാർട്ടിനസ് ക്വാർട്ട, നിക്കലസ് ഒട്ടമെൻഡി എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനാണ്. ചിലപ്പോൾ ഒട്ടമെൻഡിയുടെയും അവസാനത്തെ ഒരു ക്യാമ്പയിൻ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന ലിച്ച അൺബിലീവബിൾ ഫുട്ബോളറാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ്. മാത്രമല്ല ആ ചെങ്ങായി കൊണ്ടുവരുന്ന ഒരു അഗ്രഷൻ ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്. അത് കിട്ടുന്ന സംഭവം തന്നെയാണ്. പിന്നെ ക്രിസ്ത്യൻ റൊമേറോയും കിഡ്കാച്ച് ഡിഫൻഡറാണ്. മാർക്കസ് അക്യൂന എക്സ്പീരിയൻസ് ക്യാമ്പയിനർ. അഗെയിൻ നിക്കലസ് ടാഗ്ലിയഫിക്കോ ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു ഡിഫൻസിൽ. പിന്നെന്താണ്, എമിലിയാനോ മാർട്ടിനസ് ആണ് കീപ്പറായിട്ടുള്ളത്. അർമാനി എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഗോൾ കീപ്പറുണ്ട്. പിന്നെ നമ്മുടെ റൂലി ഗോൾ കീപ്പറിങ് ഓപ്ഷനായിട്ടുണ്ട്. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് ക്ലച്ച് ഫുട്ബോളറാണെന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അതിന് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് സ്കാലോണിയെ സംബന്ധിച്ചിടത്തോളം. ഗിറോ റോഡ്രിഗസ് റിയൽ ബെറ്റിസിൻ്റെ താരമാണ്. പാരഡൈസ് ഒരു കിടിലൻ സീസണായിരുന്നു റോമയുടെ കുപ്പായത്തിൽ ചങ്ങായിക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഈ സ്കാലോണിയുടെ ടീമിലെ ഒരു നിറസാന്നിധ്യമാണ്. പലപ്പോഴും പല മത്സരങ്ങളും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊന്നും വരില്ല. പക്ഷേ പല മത്സരങ്ങളിലും അദ്ദേഹത്തെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെഞ്ചിൽ നിന്ന് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്തരത്തിൽ സ്കാലോണി ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു ചങ്ങയാണ് പാരഡൈസ്. മെക്കാലിസ്റ്റർ അഗെയിൻ ഒരു ഗുഡ് സീസണായിരുന്നു യോർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ ലിവർപൂളിൻ്റെ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ചൊരു ക്യാമ്പയിനായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പിന്നെന്താണ്, പലാസിയോസ് ബായർ ലെവർകുസൻ്റെ മിഡ്ഫീൽഡറാണ്. എൻസോ ഫെർണാണ്ടസ് ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്, ഷാർപ്പാണ് ചങ്ങായി. പിന്നെ ലോ സെൽസോ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല, അതിൻ്റേതായിട്ടുള്ള ആ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അഗെയിൻ സ്കാലോണി ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു പ്ലെയറാണ്, നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ്. പിന്നെ ഫോർവേഡ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാലാഖ, ഏങ്കൽ ഡി മറിയ, വാലന്റീൻ കാർബോണി എന്ന് പറയുന്ന യങ്സ്റ്റർ, അലഹാൻഡ്രോ ഗർനാച്ചോ എന്ന് പറയുന്ന മറ്റൊരു യങ്സ്റ്റർ കിട്ടുന്ന സീസണായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചങ്ങായിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു ഡയറക്റ്റ് ഓപ്ഷനാണ് സ്കാലോണിയെ സംബന്ധിച്ചോളം. ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ. നിക്കോളസ് ഗോൺസാലസ് അത്ര ഫോമിലുള്ളൊരു പ്ലെയറൊന്നുമല്ല, പക്ഷേ പിന്നെ ഫിയോറന്റീനയുടെ താരത്തെ സ്കാലോണി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ലൗതാറോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയുടെ കുപ്പായത്തിൽ അദ്ദേഹത്തിന് ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാൻ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഗോട്ടമാലയ്ക്കെതിരെ നടന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ലിയിൽ പെനാൽറ്റി കിട്ടിയപ്പോൾ ലിയോണൽ മെസ്സി അദ്ദേഹത്തിന് പെനാൽറ്റി കൊടുക്കുന്ന സാഹചര്യം, അതിന് പിന്നെ ലൗതാറോ മാർട്ടിനസ് നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഒരു അസൽ ക്യാപ്റ്റനാണ് ലിയോണൽ മെസ്സി. തൻ്റെ ടീംമേറ്റിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പിന്നെ പ്രാപ്തനായിട്ടുള്ളൊരു ചങ്ങായാണ് ലിയോണൽ മെസ്സി. പിന്നെന്താണ്, ലൗതാറോ മാർട്ടിനസിനോളം കിഡിലൻ സീസണായിരുന്നു ഇന്റർ മിലാനിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ലൗതാറോ മാർട്ടിനസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആൾ കിഡിലൻ സ്ട്രൈക്കറൊക്കെ തന്നെയാണ്. പക്ഷേ ആളുടെ ബെസ്റ്റ് എപ്പോഴും ഇപ്പോൾ ക്ലബ് ലെവലിലൊക്കെ വന്നിട്ടുള്ളത് മറ്റൊരു സ്ട്രൈക്കറിൻ്റെ കൂടെ കളിക്കുമ്പോഴാണ്. നേരത്തെ റൊമലു ലുക്കാക്കുവിൻ്റെ കൂടെ കളിക്കുന്ന സാഹചര്യത്തിൽ അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുറാമാണ് അദ്ദേഹത്തിന് പാർട്ണറായിട്ട് അവിടെ കളിക്കുന്നത് ഇന്റർ മിലാനിൽ. അപ്പോൾ ഒരു പാർട്ണറുടെ കൂടെ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അർജന്റീനയുടെ കുപ്പായത്തിൽ കളിക്കുമ്പോൾ അദ്ദേഹം ഒരു ലോൺ സ്ട്രൈക്കറായിട്ടാണ് കളിക്കേണ്ടി വരിക. ശരിയാണ്, ലിങ്കപ്പ് പ്ലേയും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ചാൻസ് കൺവേർഷൻ പരിപാടി അർജന്റീന കുപ്പായത്തിൽ ഇത്തിരി പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നേരെ മറിച്ച് ഹൂലിയൻ അൽവാരസ് കിടിലനായിട്ടാണ് അർജന്റീനയുടെ കുപ്പായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മാൻ സിറ്റിയുടെ കുപ്പായത്തിൽ പല റോളുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈവൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളൊക്കെ പോലും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കെവിൻ ഡെ ബ്രൂയ്നയുടെ അഭാവത്തിൽ. അപ്പോൾ മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഒരുപാട് മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ അർജന്റീനയുടെ കുപ്പായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പിന്നെ വഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഹൂലിയൻ അൽവാരസ്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ലിയോണൽ സ്കാലോണിക്ക് ഉണ്ട്. അത് നല്ലൊരു സുഖമുള്ളൊരു തലവേദനയാണ് പിന്നെ
സ്കലനിയെ സംബന്ധിച്ചുള്ള. എന്തായാലും മെസ്സിയും ഏഞ്ചൽ ഡി മറിയും സ്റ്റാർട്ട് ചെയ്യും. മെസ്സി ഫിറ്റാണെങ്കിൽ ഗോട്ടമാലയ്ക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 37 വയസ്സാകാൻ പോവാണ് ലിയണൽ മെസ്സിക്ക്. ആ ഒരു പഴയ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി കൂടുതൽ വരുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ MLS പോയതിന് ശേഷം അതൊരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം ഫിറ്റായിരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ലിയണൽ മെസ്സിയെ പോലെയുള്ള ഒരു പ്ലെയറിനെ ചിലപ്പോൾ ഇനി നമുക്ക് കാണാൻ പോലും പറ്റിയില്ല എന്ന് വരും. കാരണം അത്തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡാണ്. എൻ്റെ കണ്ണിലെ ഏറ്റവും മികച്ച ഫുട്ബോളറാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളറാണ്. അപ്പോൾ അദ്ദേഹം കളിക്കുന്ന സാഹചര്യത്തിൽ എത്ര മിനിറ്റ്സാണോ അദ്ദേഹം കളിക്കുന്നത്, അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ കളി എൻജോയ് ചെയ്യുക. കാരണം ഇനി അധികം നാളൊന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആകാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിൽ ചിലപ്പോൾ കളിക്കുമെന്നുള്ളൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. എന്തായാലും അടുത്ത കോപ്പയിൽ ലിയണൽ മെസ്സി ഉണ്ടായിരിക്കില്ല. 2028 അടുത്ത കോപ്പയുള്ളത്. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യുക, ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോട്ടിവേഷൻ ഉണ്ട് ഈ ഒരു സൈഡിനെ സംബന്ധിച്ചോളം. പിന്നെ ടാക്ടിക്കൽ സൈഡിലേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ, ടാക്ടിക്കൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന തരത്തിലൊരു മാനേജറാണ് ലിയണൽ സ്കലനി. മിഡ്ഫീൽഡർ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന തരത്തിൽ പൊസഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സൈഡാണ്. പിന്നെ റൊട്ടേഷൻസ് ആ ഒരു ഫൈനൽ തേർഡിൽ നമുക്ക് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, സാക്ഷാൽ ലിയണൽ മെസ്സി ഉണ്ട്. ഏത് സിറ്റുവേഷനിലും എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങായി അവരുടെ കൂടെ ഉണ്ട്. ഇതിൽ തന്നെ മിഡ്ഫീൽഡിൽ ഈ മക്കാലിസ്റ്ററിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈവൻ ടാക്കിളുകൾ നടത്തുന്നതിലും അദ്ദേഹം മികച്ച രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഒരു കിണ്ണങ്കാച്ചി ഫുട്ബോളറാണ് അലക്സിസ് മക്കാലിസ്റ്റർ. അദ്ദേഹം പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പാസിംഗ് റേഞ്ച്, അദ്ദേഹത്തിൻ്റെ പാസിംഗ് ചോയ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. കൃത്യമായിട്ടുള്ള പാസ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡാണ് സ്കലനിയുടെ സൈഡ്. തന്നെയാണ് മാസീവ് ഫേവറേറ്റ്സുകൾ ഈ ടൂർണമെൻറ്റ് വിൻ ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രോ നടന്നിരിക്കുന്ന സിറ്റുവേഷൻ കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആ ഡ്രോയുടെ ഒരു കൈൻഡ്നെസ് പിന്നെ അർജൻറ്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അർജൻറ്റീന ഉറുഗ്വേയോ ബ്രസീലിനെയോ കൊളംബിയയോ ഒന്നും ഫൈനൽ വരെയും, അതായത് ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് ക്വാർട്ടർ ഫൈനലിൽ കടന്ന് സെമി ഫൈനലിൽ കടന്നാൽ, ആ ഒരു സ്റ്റേജ് കടന്നാൽ, ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വമ്പന്മാരെ നേരിടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അതിനിടയിൽ അവർ ചിലപ്പോൾ കാനഡയെ നേരിടും, ഇക്വഡോറിനെ നേരിടും. ഇതൊക്കെ ട്രിക്കി ഫിക്സ്റ്റേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലയുണ്ട്, പിന്നെ പെറു ഉണ്ട്, കാനഡയുണ്ട്. നാളെ കാലത്ത് കാനഡയ്ക്കെതിരെയാണ് ആദ്യത്തെ മത്സരം. കാനഡയും ജെസ്സി മാർഷ് എന്ന് പറയുന്ന അമേരിക്കൻ മാനേജറിൻ്റെ കീഴിലാണ് കളിക്കുന്നത്. അവർ പിന്നെ അവരുടെയും സ്ക്വാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മോശമില്ലാത്ത പ്ലെയേഴ്സ് ഉണ്ട്. അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാൻ പിന്നെ ചാൻസസ് അധികമുള്ള ഒരു സൈഡാണ്. അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് മത്സരത്തിൽ അവരുടെ കോൺഫിഡൻസ് ഇടിയാതിരുന്നാൽ മതി. കോൺഫിഡൻസ് വർദ്ധിച്ചാൽ അവരെ സംബന്ധിച്ചോളം ടൂർണമെൻറ്റിൽ തന്നെ അവർക്ക് ഡീപ്പ് റൺ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൈഡാണ്. ജെസ്സി മാർഷിനെ ലീഡ്സ് നിന്ന് സാക്ക് ചെയ്തിട്ടുള്ള ചങ്ങയാണ്. പക്ഷേ ഹൈ പ്രസ്സും പരിപാടികളൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ്. അധികം സമയമൊന്നും ആയിട്ടില്ല ഈ ഒരു മാനേജറായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കാര്യമായിട്ട് സമയം കിട്ടിയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത്. എന്നാൽ അൽഫോൺസോ ഡേവിസ് തന്നെയാണ് സൂപ്പർ സ്റ്റാർ. ടേയോൺ ബുക്കാനൻ എന്ന് പറയുന്ന ചങ്ങായിട്ട് ഇന്റർ മിലാൻ്റെ പ്ലെയറാണ്. അതുപോലെ തന്നെ പിന്നെ ഇസ്മായിൽ ഖോനെ വാറ്റ്ഫോർഡിൻ്റെ മിഡ്ഫീൽഡറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. വാറ്റ്ഫോർഡിന് വേണ്ടി മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചയുണ്ട്. ജോണതൻ ഡേവിഡ് നല്ലൊരു സീസണായിരുന്നു ചങ്ങായിക്ക് ക്ലബ് ലെവലിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്ക്വാഡുണ്ട്. അവർ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തതാണ്. പക്ഷേ എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പാക്റ്റ് വേൾഡ് കപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് അവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദി ഹോസ്റ്റ്സ് ആണ് മെക്സിക്കോ, USA, കാനഡ. അപ്പോൾ ആ ഒരു വേൾഡ് കപ്പിൽ മോശമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും കോപ്പ അമേരിക്കയിലും അവർ പിന്നെ ഇറങ്ങുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അർജൻറ്റീനയ്ക്ക് ഒരു ടെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പുതിയ മാനേജർ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ മാനേജർ വരുന്നവരെ അവരുടെ ഫോം വളരെ മോശമായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു തോന്നുന്നത്. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് പോയി കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇനി കഴിഞ്ഞ വീഡിയോയിൽ ചിലയെക്കുറിച്ച് പറയാത്ത 1-2 കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ഈ പുതിയ മാനേജർ ഉണ്ടല്ലോ, ഗരേക്ക, പെറുവിനെ ഫൈനലിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ള മാനേജറാണ്. അപ്പോൾ കേപ്പബിളായുള്ള ചങ്ങയാണ്. ആൾ വന്നതിന് ശേഷം അൽബേനിയക്കെതിരെ 3-0 സ്കോറിൽ ചില വിജയിച്ചിട്ടുണ്ട്. ഫ്രാൻസിനെതിരെ 3-2 അവേ ലോസ് ആണ്. പക്ഷേ സ്റ്റിൽ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചയുണ്ട്. പരാഗ്വയെ 3-0 സ്കോറിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു 4-4-2 ശൈലിയിലാണ് കളിക്കുക. അപ്പോൾ അതിൽ തന്നെ എന്താണ്, ഇവരുടെ ഒരു വീക്ക്നെസ് ഈ ഫുൾ ബാക്കുകൾ ക്രിയേറ്റീവ് ആണെങ്കിലും ഇപ്പോൾ ഇസിലേക്കാണെങ്കിലും എന്താണ് പ്രായമായി. അപ്പോൾ 1v1 പെട്ടെന്ന് ബീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത. അതുപോലെ തന്നെ സുവാസോ എന്ന് പറയുന്ന
മറ്റൊരു ഫുൾ ബാക്കും ആ രീതിയിൽ വൾണറബിളാണ് 1v1 സിറ്റുവേഷനിൽ. അപ്പോൾ ഈ ചങ്ങായി പൊസഷൻ ബേസ്ഡ് ഫുട്ബോളും ഫ്രണ്ടിൽ നിന്നും പ്രസ് ചെയ്യാനൊക്കെ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ്. അപ്പോൾ ഈ അലക്സിസ് സാഞ്ചസ് ഒക്കെ പ്രായമായി, എക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് ആ പഴയ രീതിയിലുള്ള ആ ഒരു പ്രസ്സിങ് എഞ്ചിൻ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് കാണേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ്. പിന്നെ അവർ ഡിഫൻസിലും പേസിലാക്കിയെന്നുണ്ട്. മാരിപ്പാൻ ആണെങ്കിലും ഡിയാസ് ആണെങ്കിലും അത്ര പേസി അല്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ മിഡ്ഫീൽഡിൽ ആർത്തൂറോ വിദാലില്ല. മാർസിലിനോ ന്യൂനസ് എന്ന് പറയുന്ന നോർവിച്ചിൻ്റെ പ്ലെയറാണ്, ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ചങ്ങായിയാണ്. പുള്ളി ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെന്താണ്, ഒസാരിയോ ചിലപ്പോൾ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയറായിട്ട് മാറാനുള്ള സാധ്യത. റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യങ്സ്റ്ററാണ്. ഡെൻമാർക്കിൽ മിൻച്ച്ലാൻഡ് എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ബിഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ ഈ ഒരു ടൂർണമെൻറ്റ് കഴിയുന്ന സാഹചര്യത്തിൽ പൊക്കിക്കൊണ്ടുപോകാൻ സാധ്യത, അത്തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ. അതുപോലെ ചിലിയുടെ മാനേജർ വരുത്തിയിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ക്ലൗഡിയോ ബ്രാവോയെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 41-കാരനായിട്ടുള്ള ചങ്ങനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാനേജറിൻ്റെ ടാക്ടിക്സിനനുസരിച്ചിട്ട് ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പറാണ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ വളരെ കീ ആണ് ഈ ചങ്ങായിയുടെ ടാക്ടിക്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രാവോയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനി പെറുവാണ് ഈ ഗ്രൂപ്പിലെ മറ്റൊരു ടീം. അവർ 2 തവണ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ സൈഡാണ്, പക്ഷേ ഇപ്പോഴത്തെ ഫോം വെറും മോശമാണ്. അപ്പോൾ പുതിയ മാനേജറൊക്കെ അവർ നിയമിച്ചിട്ടുണ്ട്. ജോർജ് ഫൊസേറ്റി എന്ന് പറയുന്ന ചങ്ങായിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്രായമുണ്ട്, 71 വയസ്സുള്ള ചങ്ങായിയാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ കീഴിൽ പെറുവിൻ ക്ലബ്ബ് അവിടെ ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട്. കേപ്പബിൾ ആയിട്ടുള്ള മാനേജറാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയം അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ടുള്ളത്. ഇപ്പോഴും അവരുടെ ഒരു ഗോൾ സ്കോറായിട്ടുള്ളത് 40 വയസ്സുള്ള പോലോ ഗെറേറയാണ്. പുള്ളിക്കാരൻ 3 തവണ എങ്ങാനും കോപ്പ അമേരിക്കയിൽ ടോപ്പ് സ്കോററൊക്കെ ആയിട്ടുള്ള ചങ്ങായിയാണ്. പക്ഷേ ഇപ്പോഴും പുള്ളിയെ റിലൈ ചെയ്തിട്ടാണ് അവരുടെ അറ്റാക്കിങ് നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അവർ എൽ സാൽവദോറായിട്ടുള്ള ഒരു ഫ്രണ്ട്ലിയൊക്കെ ജയിച്ചിട്ടുണ്ട്, പരാഗ്വായിട്ട് സമനില പിടിച്ചിട്ടുണ്ട്. പിന്നെ പെഡ്രോ ഗലേസി കീപ്പറായിട്ടുണ്ട്. പുള്ളിക്കാരൻ ചിലപ്പോൾ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെടാം. പക്ഷേ എൻ്റെ കണ്ണിൽ പിന്നെ അർജൻറ്റീന ഗ്രൂപ്പ് ടോപ്പ് ചെയ്യും. പിന്നെ ചിലി, കാനഡ അവർ തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് അർജൻറ്റീനയുടെ ഗ്രൂപ്പിലെ സ്ഥിതിഗതികൾ. ഇനി അർജൻറ്റീനയെ സംബന്ധിച്ചോളം അവരുടെ ഫൈനലിലേക്കുള്ള ഒരു പാത്വേയിൽ അവർക്ക് പണി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഫെലിക്സ് സാഞ്ചസ് മാനേജ് ചെയ്യുന്ന ഇക്വഡോറാണ്. ഒരു യങ് ഗ്രൂപ്പ് ഓഫ് ഹംഗ്രി പിന്നെ ഒരു ടീമാണ് ഇക്വഡോർ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടെ എസ്റ്റുപിനാനൊക്കെ ഇഞ്ചുറി പറ്റിയത്, ബ്രൈറ്റൻ്റെ ലെഫ്റ്റ് ബാക്കിനൊക്കെ ഇഞ്ചുറി പറ്റിയത് ഒരു പ്രശ്നമാണ്. പക്ഷേ സ്റ്റിൽ എന്താണ്, ഹിൻകാപ്പിയ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഡിഫൻഡറാണ്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ മോയിസസ് കൈസൈഡോയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ആൾ ഇക്വഡോറിന് വേണ്ടി കളിക്കുന്നത് വേറെ ഒരു രീതിയിൽ തന്നെയാണ്. ചെൽസിക്ക് വേണ്ടിയിട്ടും മോശമില്ലാത്തൊരു സീസൺ തന്നെയായിരുന്നു. പല രീതിയിലും ആളുകൾ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് ചെൽസിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇക്വഡോറിന് വേണ്ടിയിട്ട് അദ്ദേഹം മരിക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒപ്പം എന്താണ്, കെൻഡ്രി പായസ് എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ ആ ഒരു സൈഡിലുണ്ട്. ചെറിയ വയസ്സേ ഉള്ളൂ, 17 വയസ്സെങ്ങാനേ ഉള്ളൂ ചങ്ങായിക്ക്. അപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ ചെൽസിയിലേക്ക് വരാനിരിക്കുകയാണ്, കാരണം ചെൽസി ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെൻഡ്രി പായസ് ചിലപ്പോൾ പലരെയും ഞെട്ടിക്കാനുള്ള ഒരു സാധ്യത അത്തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ്. സൗത്ത് അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന തരത്തിലൊരു സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യതയുള്ള തരത്തിലൊരു പ്ലെയറായിട്ട് കണക്കാക്കുന്ന ഫുട്ബോളറാണ് കെൻഡ്രി പായസ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ തന്നെ ചിലപ്പോൾ ആളുകളെ ഞെട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സൈഡാണ്. പക്ഷേ അവർ ഗോളുകൾ കണ്ടെത്തുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതിൽ കുറവ് കാണിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ സ്റ്റബണായിട്ട് ഡിഫെൻഡൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനർ വലൻസിയ എന്നുള്ള 34-കാരനായിട്ടുള്ള അവരുടെ ഓൾ ടൈം ടോപ്പ് സ്കോർ തന്നെയാണ് ഇപ്പോഴും അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പോൾ ഗോളുകൾ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇത്തിരി പ്രശ്നമുണ്ടെങ്കിൽ പോലും അവർ ഒരു സോളിഡ് യൂണിറ്റാണ്. ഒരു സർപ്രൈസിങ് പിന്നെ ഒരു ടൂർണമെൻറ്റ് അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊട്ടും സർപ്രൈസ്ഡ് ആകണ്ട എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അർജൻറ്റീനയെ തന്നെ അവരുടെ ഈ ഒരു പോക്കിൽ ഒരു തടയിടാൻ കെൽപ്പുള്ള തരത്തിലുള്ള സൈഡാണ് ഇക്വഡോർ. ഈ റീസെൻ്റായിട്ട് നടന്ന ഫ്രണ്ടിൽ 1-0 സ്കോർ തന്നെ അർജൻറ്റീന വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർജൻറ്റീന സംബന്ധിച്ചോളം അവർ ഇത്തരത്തിൽ 1-0 വിജയങ്ങളൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കരസ്ഥമാക്കുന്നത്. ഒരുപാട് ഗോളുകൾ അവർ അടിക്കുന്നില്ല. ഗോട്ടിമാലയ്ക്കെതിരെയൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം പിന്നെ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിൽ അധികം ഗോളുകൾ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, മത്സരം ഒരു 0-0 ആക്കിയിട്ട് ആ ഒരു എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിട്ട് ഈവൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു ലക്കിൻ്റെ ഫാക്ടർ കൂടി ഉണ്ട്. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന ചങ്ങായി അതിൽ ഉസ്താദാണ്. പിന്നെ ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ആണെങ്കിൽ പോലും എന്താണ്, അവിടെ ഒരു 50-50 ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ടീമുകൾക്ക് അർജൻറ്റീനയെ തടയിടാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ കെൽപ്പുള്ളൊരു സൈഡാണ് ഇക്വഡോർ എന്നുള്ളത് ഈ അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈവൻ 90 മിനിറ്റിലും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള തരത്തിലൊരു സൈഡാണ്. അപ്പോൾ ഇക്വഡോർ ഇതുവരെ കോപ്പ അമേരിക്കയിൽ
കിരീടം അവർ സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു സൈഡാണ്. ഇത്തവണ അവർക്ക് നല്ലൊരു റണ്ണ് നടത്താൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിനാണ്. 59-ലും 63-ലും സെമി ഫൈനലിലെത്തിയതാണ് അവരെ സംബന്ധിച്ചോളം ഒരു നേട്ടമായിട്ട് കരുതുന്ന സംഭവങ്ങൾ. കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നുള്ളത്. പിന്നെ ജനറലി കോപ്പ അമേരിക്കയിലെ ഫിസിക്കാലിറ്റി ഭീകരമാണ്. ഇപ്പം നമ്മൾ ജമൈക്കയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവന്മാർ ഇടിയന്മാരാണ്. അവിടെ മിക്കാൽ ആൻ്റോണിയോ പ്രീമിയർ ലീഗ് ഫുട്ബോളറാണ്, ഡെക്കഡോ റീഡ് ഇവരൊക്കെ ഉണ്ട്. ഡെമാരി ഗ്രേ ഇപ്പോൾ സൗദിയിലാണ് കളിക്കുന്നത്, പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന ചങ്ങായാണ്. ഇതോടൊപ്പം ബാക്കിയുള്ളവന്മാരൊക്കെ അവിടെ ഇടിയന്മാരാണ്. അപ്പോൾ ഫിസിക്കാലിറ്റി ഭീകരമായിരിക്കും. അത് ഓരോ ടീമും അത്തരത്തിൽ അവരുടെ ആ ഒരു ഫിസിക്കാലിറ്റി കാഴ്ചവെക്കും. പലപ്പോഴും ഇടി കൊണ്ട് താഴെ വീണാൽ പോലും ഫൗൾ വിളിക്കാത്ത സിറ്റുവേഷൻസൊക്കെ കോപ്പ അമേരിക്കയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടിയാണ് കോപ്പ അമേരിക്ക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഉറുഗ്വേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാർസെലോ ബിയൽസ് എന്ന് പറയുന്ന എൽ ലോക്കോ എന്ന് വിളിപ്പേരുള്ള ഈ അർജൻറ്റീനിയൻ മാനേജർ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പിരാന്തനാണ്, ഒരു ഫുട്ബോൾ പിരാന്തനാണ്. അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിങ് ശൈലിയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ട്രെയിനിങ് ശൈലിയൊക്കെ വേറെ ലെവലാണ്. മേർഡർ ബോൾ പിന്നെ കളിപ്പിക്കുന്ന തരത്തിലൊരു ചങ്ങയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഒടുക്കത്തെ എനർജി വേണം. അത്തരത്തിൽ ഒടുക്കത്തെ എനർജി ഉള്ളൊരു സൈഡ് തന്നെയാണ് ഉറുഗ്വേ. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാച്ചാണ് ഈ രണ്ട് സൈഡുകളും. മാത്രമല്ല അദ്ദേഹം മാനേജറായി വന്നതിന് ശേഷം എന്താണ് ഇക്വഡോറുമായിട്ട് അവരൊരു പരാജയം ഏറ്റുവാങ്ങി. പക്ഷേ ബ്രസീലിനെയും അർജൻറ്റീനയും പരാജയപ്പെടുത്തി. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട സംഭവം അർജൻറ്റീന അവസാനത്തെ 58 മത്സരങ്ങളിൽ 2 മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. അതിലൊന്ന് ഈ ഉറുഗ്വേക്കെതിരെയാണ്, PLCയുടെ ഉറുഗ്വേക്കെതിരെയാണ് 2-0 എന്നുള്ള സ്കോറിലാണ് പരാജയപ്പെട്ടുള്ളത്. പിന്നെന്താണ് അർജൻറ്റീനയുടെ മറ്റൊരു കാര്യം, അവർ ആ ഒരു ഫ്രാൻസിനെതിരെയുള്ള വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അവർ 14 മത്സരങ്ങളിൽ നിന്ന് ആകെ 4 ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിൽ 2 ഗോളുകൾ കൺസിഡർ ചെയ്തത് ഉറുഗ്വേക്കെതിരെയാണ്. അപ്പോൾ ഉറുഗ്വേയുടെ ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ അതാണ് അർജൻറ്റീനയെ പിന്നെ ഇടങ്ങിറക്കാൻ പറ്റുന്ന ഒരു ശൈലി. പ്രസ് ചെയ്യുക, കോൺസ്റ്റൻ്റായിട്ട് പ്രസ് ചെയ്യുക, അർജൻറ്റീന ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അർജൻറ്റീനയ്ക്കെതിരെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ എനർജി യൂസ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്തിട്ട് അർജൻറ്റീനയെ ഇടങ്ങിറാക്കിയാൽ മാത്രമേ ഈ സ്കലനിയുടെ ടീം പരാജയപ്പെടാൻ സാധ്യതയുള്ളൂ. അതിന് ഒത്ത ടീമാണ് ഉറുഗ്വേ. അപ്പോൾ ഈ ഉറുഗ്വേ ക്വാളിഫയിങ് ക്യാമ്പയിനിലൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അവർ അർജൻറ്റീനയ്ക്ക് തൊട്ടുപുറകെ 2ാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ചില ഫ്രണ്ട്ലീസിൽ ഇത്തിരി കൺസേണിംഗ് ആയിട്ടുള്ള പ്രകടനം അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അവർ ഐവറി കോസ്റ്റിനെതിരെ പരാജയപ്പെട്ടായിരുന്നു മാർച്ചിൽ നടന്ന ഫ്രണ്ട്ലിയിൽ. പിന്നെന്താണ് കോസ്റ്ററിക്കയ്ക്കെതിരെ സമനിലയിൽ പിരിയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. മെക്സിക്കോയെ 4-0 എന്നുള്ള സ്കോറിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു പിന്നെ ടൂർണമെൻറ്റ് മുമ്പോടിയായിട്ട് നടന്നിട്ടുള്ള മത്സരത്തിൽ. അപ്പോൾ എന്താണ് വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു സൈഡാണ്. മാത്രമല്ല BLCയുടെ കീഴിലുള്ള പ്ലേയേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കീപ്പറായിട്ട് സെർജിയോ റോച്ചെ, പിന്നെ മാറ്റിയാസ് വീന ഫ്ലമിംഗോയുടെ പ്ലെയറുണ്ട്, വരേല, അരസാറ്റെ, നിക്കലസ് ഡെല ക്രൂസ്, കനോബിയ, ഇവരൊക്കെ ബ്രസീലിയൻ ലീഗിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങായിമാരാണ്. അതുപോലെ തന്നെ ലാ ലീഗിൽ നിന്ന് വന്നിട്ടുള്ള താരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൊണാൾഡോ റൂഹോ, ഹിമെനസ് അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻഡറാണ്, ഫെഡറിക്കോ വാൽവെർദെ, എൽ ഹാൽക്കൺ ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയറാണ്, നമുക്കറിയുന്നതാണ്. പിന്നെ ഫക്കുണ്ടോ പെലിസ്ട്രി ഗ്രനാഡയ്ക്ക് വേണ്ടിയാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രയാൻ ഒക്കോംബോ കഡീസിൻ്റെ പ്ലെയറാണ്. പിന്നെന്താണ് സെരിയയിൽ കളിക്കുന്നത് മാറ്റിയാസ് ഒലിവേര, അതുപോലെ നഹിതാൻ നാൻറ്റെസ് നാപ്പോളിയുടെയും കാഗ്ലിയാരിയുടെയും പ്ലെയേഴ്സാണ്. പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്നവർ ആരൊക്കെയാണ്? ഡാർവിൻ ന്യൂനസ് ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് BLCയുടെ കീഴിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ്രിഗോ ബെൻറ്റക്കൂർ മിഡ്ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ ഈ സൈഡിൽ ഒരു പ്രധാന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ അത് നിക്കലസ് ഡെല ക്രൂസ് ആണ്. അപ്പോൾ BLCയുടെ ഉറുഗ്വേയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിനിൽ 3 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് നമ്മൾ കണ്ടു. ആ മിഡ്ഫീൽഡിൽ നിന്ന് അദ്ദേഹം ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് അദ്ദേഹം ഗോളുകൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കാണണം. അപ്പോൾ ചെങ്ങായി ഈ BLCയുടെ ഒരു തുറുപ്പ് ചീട്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കോപ്പ അമേരിക്കയിൽ ആൾ ബ്രസീൽ തന്നെയാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്ലമിംഗോക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇനി ഈ അറൂഹോയെ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ നാൻഡസ് ആയിരിക്കും റൈറ്റ് ബാക്കായിട്ട് കളിക്കുക. ഒലിവേരയ്ക്ക് ഡിഫൻസിലും കളിക്കാൻ പറ്റും, ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഒലാസും ഉണ്ട്. മിഡ്ഫീൽഡിൽ ഒരു ടാക്ലിംഗ് മെഷീൻ കൂടിയുണ്ട്. ഈ BLCയുടെ ആ ഒരു ശൈലിക്ക് പറ്റിയ ചങ്ങായിയുണ്ട്, ഉഗാർത്തെ എന്ന് പറയുന്ന ഫുട്ബോളർ. പിന്നെ ആരാണ് നമ്മൾ പറഞ്ഞ പോലെ ബെൻറ്റൻകൂർ, ബ്രയൻ റോഡ്രിഗസ്, ഫക്കുണ്ടോ പെലിസ്ട്രി റൈറ്റ് വിങ്ങിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. മാക്സിമിലിയാനോ അറൂഹോ ഒരു പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അദ്ദേഹം കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഒരു 4-2-3-1 ശൈലിയിലായിരിക്കും
ഈ ടീം കളിക്കുക. ഹൈ ഇൻറ്റൻസ് പ്രസ്സിങ് ഈ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഡാർവിൻ നൂനസ് ആയിരിക്കും ഈ ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഡാർവിൻ നൂനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാർസലോ ബിയൽസ മാനേജർ ആയതിനു ശേഷം 7 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 3 അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള മെക്സിക്കോയ്ക്കുള്ള മത്സരത്തിൽ ഹാട്രിക്കും ചെങ്ങായി അടിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ലൂയിസ് സുവാരസ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ്ഫുൾ ആയിരിക്കും. അതിന് 9-ാം നമ്പർ ജേഴ്സിയും കൊടുത്തിട്ടുണ്ട് ഉറുഗ്വേ എന്നുള്ള കാര്യം പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതിന് വേണമെങ്കിൽ ബെഞ്ചിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ആക്കാം. MLS കിടലായിട്ടാണ് ചെങ്ങായി ഇന്റർ മയാമിക്ക് വേണ്ടി ലിയണൽ മെസ്സിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ലൂയിസ് സുവാരസിൻ്റെയും ഒരു ലാസ്റ്റ് ഡാൻസ് ആണ്. ലൂയിസ് സുവാരസിനും തൻ്റെ ആ ഒരു ഉറുഗ്വൻ കരിയർ അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ കരിയർ അവസാനിപ്പിക്കുന്നത് മറ്റൊരു കോപ്പ അമേരിക്ക ടൈറ്റിലോട് കൂടി ആയിക്കഴിഞ്ഞാൽ എന്താ പൊളിക്കോ? ഇല്ല. അപ്പോൾ ബിയൽസ എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരു കിടിലൻ ടാക്ടീഷ്യനാണ്. പക്ഷേ ഈ സൈഡിൽ വീക്ക്നെസ്സുകളുണ്ട്. കാരണം ഇവരുടെ മാൻ ടു മാൻ പ്രസ്സിങ്ങും പരിപാടികളും വളരെ ഇൻറ്റൻസ് ആയിട്ട് പ്രസ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അവരുടെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ശൈലിയിൽ കളിക്കാൻ 90 മിനിറ്റും പ്രസ് ചെയ്യേണ്ടി വരും. 90 മിനിറ്റും ഇൻറ്റൻസ് ആയിട്ട് ബോൾ വിൻബാക്കാൻ ശ്രമിക്കേണ്ടി വരും. അവർ പലപ്പോഴും ചിലപ്പോൾ പൊസിഷൻ ഇല്ലാതിരിക്കും, പക്ഷേ എന്താണ്, ഓഫ് ദ ബോളിൽ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ടയർലെസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, ഇവരെ പിന്നെ വളരെ ക്വിക്കായിട്ടുള്ള ടെക്നിക്കൽ ഫുട്ബോളേഴ്സിന് വെച്ചിട്ടുള്ള ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ടീമിനെ നമുക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താണ്, ഇവർ നല്ല രീതിയിൽ മുമ്പോട്ട് കാര്യമൊന്ന് പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്പേസ് അവരുടെ ഡിഫൻസിലുണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ എപ്പോഴും ഇവർക്ക് കവർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള വീക്ക്നെസ്സുകളുണ്ട്. അത് ഓരോ സൈഡിനും ഉണ്ട്. ഇപ്പോൾ ഏതൊരു സൈഡിൻ്റെയും പോസിറ്റീവ്സും വീക്ക്നെസ്സും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് അവരെന്നുള്ളതാണ്. ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് ഉറുഗ്വേ ഫൈനലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒരു അർജൻറ്റീന ഉറുഗ്വേ ഫൈനൽ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, ലിയണൽ സ്കലനിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ക്വിക്ക് ലേണറാണ്. അദ്ദേഹം ഓൾറെഡി ആ ഒരു പരാജയത്തിൽ നിന്ന്, ബിയൽസയുടെ ടീമിൻ്റെ അടുത്ത് നിന്ന് ഏറ്റ പരാജയത്തിൽ നിന്ന് ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഇവരുടെ ഒരു ഹൈ എനർജി ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രസ്സിങ്ങിനെ നേരിടാം എന്നുള്ളത് അദ്ദേഹം ഓൾറെഡി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് അർജൻറ്റീന അവിടെ ഫൈനലിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഉറുഗ്വേ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ അവർക്ക് ഫൈനലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവർക്ക് ഭീഷണിയായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബ്രസീൽ, ഒപ്പം കൊളംബിയ തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരവരുടെ ഗ്രൂപ്പിൽ നിന്ന് USA അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് 1-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്താണ്, അവർ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുക ബ്രസീലിനെയോ അല്ലെങ്കിൽ കൊളംബിയോ ആയിരിക്കും എന്നുള്ളതാണ്. ബ്രസീൽ, കൊളംബിയ, പരാഗ്വേ, കോസ്റ്ററിക്കയാണ് ഗ്രൂപ്പ്. അതിൽ നിന്ന് ബ്രസീലും കൊളംബിയയും തന്നെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. പരാഗ്വേയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗോളടിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ്. കോസ്റ്ററിക്കയാണെങ്കിൽ അവരുടെ ആ ഒരു പഴയ ആൾക്കാരൊന്നുമില്ല. അതായത് കൈലർ നവാസൊക്കെ പോയി. നമ്മൾ ബ്രയാൻ റൂയിസിനെയാണ് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വിരമിച്ചു. ജോ ക്യാമ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അവർക്ക്. പിന്നെ എന്താണ്, ഇടിയന്മാരുണ്ടായിരിക്കും. കോസ്റ്ററിക്ക ഭയങ്കരമായിട്ട് ഗോൾ ലീക്ക് ചെയ്യുന്നൊരു സൈഡാണ്. പരാഗ്വേ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് ടീമുകൾ ഇടങ്ങറാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവും. ഇനി ഉറുഗ്വേയും USA ഞാൻ കടക്കുമെന്ന് പറയുമ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ പനാമയും ബൊലീവിയാണ്. അതിൽ ബൊലീവിയ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാപ്പാസിലല്ല കളിയുള്ളത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കളിച്ചാൽ മാത്രമേ അവന്മാർ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവന്മാർ ഇടങ്ങറാകും. അതുപോലെ തന്നെ പനാമ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ലൊരു മാനേജറൊക്കെ ഉണ്ട് അവരുടെ കീഴിൽ. കാര്യങ്ങൾ ഇടങ്ങറാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ ഉറുഗ്വേയും USAയും പിന്നെ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. USA സംബന്ധിച്ചോളം ബെർഹോൾട്ടറാണ് മാനേജറായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ പുളിസിക്ക് നല്ല ഫോമിലാണ്. മിലാന് വേണ്ടിയിട്ട് 12 ഗോളുകളൊക്കെ കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ടൈലർ ആഡംസ് ഉണ്ട്. സെർജിനിയോ ഡെസ്റ്റൊന്നും ഇല്ലാത്തതൊരു പ്രശ്നമായിരിക്കും. പക്ഷേ മക്കേനിയെ പോലെയുള്ള ആളുകളുണ്ട്. പിന്നെ എന്താണ്, ആ സൈഡിൽ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റോബിൻസണൊക്കെ അസാധ്യ ഫോമിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, അതുപോലെ കീപ്പറായിട്ട് മാറ്റ് ടേർണർ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങയാണ്. ടിം റീമി ഡിഫൻസിലുണ്ട്. റിച്ചർഡ്സ് ഉണ്ട്. ബലോഗൻ ഒരു ഇമ്പാക്റ്റ് പ്ലെയർ ആകാൻ സാധ്യതയുള്ളതാണ്. ജിയോറേന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മിഡ്ഫീൽഡ് ബെറ്റിസിൻ്റെ ജോണി കാർഡോസോ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും USA സംബന്ധിച്ചിടത്തോളം. സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇനി കൊളംബിയ ആണ് എൻ്റെ ടൂർണമെൻറ്റിലെ ഡാർക്ക് ഹോഴ്സസ്. അതോടൊപ്പം തന്നെ ബ്രസീൽ എന്തുകൊണ്ട് ഈ ടൈറ്റിൽ അടിക്കില്ല എന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.